A+ട്യൂബിലേക്ക് സ്വാഗതം. നിയമപരമായി നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പല എപ്പിസോഡുകളും ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ നിയമപരമായ വിഷയങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റിലെ വിഷയത്തിലേക്ക് നിങ്ങൾ പോയാൽ മതിയാകും. പ്ലേ ലിസ്റ്റ് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അത്തരം എപ്പിസോഡുകൾ അവിടെയുണ്ട്, അത് കാണാൻ കഴിയും. ഒരു സബ്സ്ക്രൈബർ അടുത്ത ദിവസം നിയമപരമായി ചോദിച്ച ഒരു വിവരത്തിനുള്ള ഒരു എപ്പിസോഡ് തന്നെ ഇപ്പോൾ ചെയ്യുന്നത് ആ വിഷയം മറ്റു പലർക്കും സംശയങ്ങളുടെ ദൂരീകരണത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ്. വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമ്മൾ വസ്തു വിൽക്കുമ്പോൾ അതിന് ഒപ്പം തന്നെ നമ്മൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണോ വേണ്ടയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വസ്തു വിൽക്കുമ്പോൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴാണ് ഉത്ഭവിക്കുക? അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വേണോ എന്ന ചോദ്യം തന്നെ വരുന്നത് ഈ വസ്തുവിൻ്റെ ഉടമ മരണപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. മരിച്ച വ്യക്തിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തിന്മേൽ പിന്നീട് ആർക്കാണ് അവകാശം ഉള്ളതെന്ന് തെളിയിക്കുന്ന രേഖയാണ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകേണ്ടി വരുന്നത് ഈ വസ്തു വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ വസ്തു വാങ്ങുന്ന കാര്യത്തിലായാലും വിൽക്കുന്ന കാര്യത്തിൽ ആയാലും ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നത് ആ വസ്തുവിൻ്റെ ഉടമ മരണപ്പെട്ടാൽ മാത്രമാണ്. നേരിട്ട് വസ്തുവിൻ്റെ ഉടമ ഒരു വസ്തു വിൽക്കുകയാണെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിന്മേൽ അവകാശം ആർക്കൊക്കെയാണെന്ന് തെളിയിക്കുന്ന ഈ രേഖയും അദ്ദേഹം മരണപ്പെട്ടതായ മരണ സർട്ടിഫിക്കറ്റും കൂടി തീർച്ചയായും വസ്തു വിൽപ്പന സമയത്ത് ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും, ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റാണ് ഓർക്കുക. ഉടമയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിന്മേൽ അവകാശമുള്ളതെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വസ്തു വാങ്ങുന്ന ആളിന് നൽകേണ്ട ചുമതല വസ്തു വിൽക്കുന്ന ആളിൻ്റേതാണ്. അദ്ദേഹത്തിന് മാത്രമേ ആ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ നൽകി വാങ്ങി ഈ വസ്തു വാങ്ങുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് ഏൽപ്പിക്കാനുള്ളത്. ഓർക്കുക, ഈ വസ്തുവിൻ്റെ ഉടമയായ വ്യക്തി മരണപ്പെട്ടാൽ നിങ്ങൾ ആ ഉടമയുടെ വസ്തു വാങ്ങുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ വാങ്ങേണ്ട രേഖയാണ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും. ഇത് രണ്ടും ആവശ്യമാണ്. കാരണം അനന്തരാവകാശികൾ തന്നെയാണ് ഈ വസ്തു നിങ്ങൾക്ക് തന്നത് എന്ന് നമുക്ക് കൃത്യമായ ഒരു രേഖ ആവശ്യമുണ്ട്. അത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, വിൽപത്രമില്ലാത്ത ഒരു വസ്തു ആണ് എങ്കിലാണ് ഇതെല്ലാം ആവശ്യം വരിക. ഒരു വ്യക്തി വിൽപത്രം എഴുതി വച്ച ശേഷം മരണപ്പെടുകയാണെങ്കിൽ ആ വിൽപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഈ വസ്തുവിന്മേൽ അവകാശം സിദ്ധിക്കുകയും അവർ അത് നിങ്ങൾക്ക് വിൽക്കുകയും അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നമുക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്നും മനസ്സിലാക്കിയിരിക്കുക. ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഏതെല്ലാം ആവശ്യത്തിന് വേണ്ടി വരുന്നു? അത് തീർച്ചയായിട്ടും
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് വസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഉണ്ടാവുക, അദ്ദേഹത്തിന് ഏതെങ്കിലും ശമ്പളത്തിൻ്റെ കുടിശ്ശിക ലഭിക്കാൻ ഉണ്ടായിരിക്കുക, പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ ഉണ്ടായിരിക്കുക, ഇല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഉണ്ടായിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതിനു വേണ്ടി നമ്മൾ സാധാരണ നിലയിൽ വില്ലേജ് ഓഫീസിൽ നിന്നും നമ്മൾ ചില രേഖകൾ നൽകുകയാണെങ്കിൽ, മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ബന്ധുത്വം തെളിയിക്കുന്ന രേഖകളും ഒക്കെ നൽകുകയാണെങ്കിൽ ലഭിക്കും. കോടതി മുഖേനയും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നമുക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അത് നമുക്ക് വാങ്ങാൻ കഴിയും. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാവുന്നതുമാണ്. എന്നാൽ ഇതിൽ നിങ്ങൾ അനന്തരാവകാശ സർട്ടിഫിക്കറ്റോട് ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, വിൽപത്രം ഇല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അനന്തരാവകാശം നിശ്ചയിക്കുന്നതിന് അനന്തരാവകാശ പിന്തുടർച്ചാ നിയമം എന്നും പറയും. അനന്തരാവകാശികളെ നിശ്ചയിക്കുന്നത് ആ വ്യക്തിയുടെ, മരണപ്പെട്ട വ്യക്തിയുടെ ഏത് സമുദായത്തിലാണോ അദ്ദേഹം ജനിച്ചത് ആ പിന്തുടർച്ചാ നിയമം, ഇപ്പോൾ ഹിന്ദു പിന്തുടർച്ചാ അവകാശ നിയമം ഉണ്ട്. ആ നിയമപ്രകാരം ഒരാൾ മരണപ്പെട്ടാൽ ആർക്കൊക്കെയാണ് അനന്തരാവകാശം സിദ്ധിക്കുന്നത് എന്ന്, പിന്തുടർച്ച അവകാശം, ആ ഭൂമിയിലുള്ള പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും ലഭിക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പിന്തുടർച്ച അവകാശം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതിനെ സംബന്ധിച്ച് തന്നെ വെവ്വേറെ എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഞാൻ വിവരിക്കാത്തത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട ഈ കോടതി ഉത്തരവുകൾ സഹിതം നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ബോക്സിൽ, എൻ്റെ സമയവും സൗകര്യവും അനുസരിച്ചായിരിക്കും കമൻറ്റ് ബോക്സിൽ ഞാൻ മറുപടി നൽകുക. എന്നാൽ അതിൽ പൊതുവായി ആളുകൾ അറിയേണ്ട വിഷയമുണ്ടെങ്കിൽ ഇതുപോലെ എപ്പിസോഡുകളായി തന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്യുകയും ചെയ്യും. നന്ദി.